നീ എന്തിട്ട് സുലു കൊറേ നേരമല്ലേ ഇങ്ങനെ ആലോചിക്കണേ? എന്താ കാര്യം? അതല്ല പുഷ്കു, അങ്ങോട്ട് നോക്കിയ പൂച്ചയുടെ കളികളൊക്കെ നോക്കിയേ. പൂച്ചകള് കളിക്കണ? പൂച്ചകളാകുമ്പോ കളിക്കൂലേ? അതിനിപ്പോ എന്തൊക്കെ ആലോചിക്കാനുള്ളത്? അല്ല പുഷ്കു, അവർക്ക് ലൈഫ് നോക്കിയേ, അടിപൊളി ലൈഫ് അല്ലേ? എന്ത് ലൈഫാടി? അവർക്ക് ലൈഫ് പുഷ്കു. പുഷ്കുവിന് ഒരു കാര്യം മനസ്സിലായ? ഈ പൂച്ചകൾക്ക് അവര് ഓടിച്ചാടി കളിക്കണണ്ട, അവരെത്ര ഹാപ്പി ആയിട്ടിരിക്കണേ. അവർക്കൊരു ടെൻഷനും ഇല്ല, വേറെ എന്തിനെ പറ്റി ചിന്തിക്കണ്ട. നമ്മളവർക്ക് സമയാസമയത്തിന് തീറ്റ കൊടുക്കണ്, കിട്ടിയാ കിട്ടി, തിന്നാ തിന്ന്. അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്, ഓടിച്ചാടി കളിക്കണ്. എന്ത് രസാ! നമുക്ക് എന്തോ ഒരു ടെൻഷനാ പുഷ്കു. എൻ്റെ പൊന്നു സുലു, ഈ പൂച്ചേനെ നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എന്തിനാ? എനിക്കിപ്പോൾ എന്താ പ്രശ്നം? പൂച്ചകൾക്ക് വല്ല അറിയണമെന്ന് ചോദിച്ചില്ലേ? പൂച്ചകളെ രോഗവും കാര്യങ്ങളും എങ്ങനെ അവർ പറയും? അവർക്കുള്ള ശരീരമായ പ്രശ്നവും അവരുടെ വേദനകളിൽ അവർക്ക് പറയാൻ പറ്റുമോ? നമുക്ക് തമ്മിൽ പറയാൻ പറ്റൂലേ? എൻ്റെ പൊന്നു പുഷ്കു, ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്. ഈ പൂച്ചകൾക്ക് ഉണ്ടല്ല, കറണ്ട് ബില്ലിൻ്റെ കാര്യം അറിയണ്ട, മാസം എല്ലാ മാസമാകുമ്പോൾ പലചരക്കടയിലെ പൈസയുടെ കാര്യം അറിയണ്ട, സ്കൂൾ വണ്ടിയുടെ ഫീസ് അടയ്ക്കണ്ട, എന്താ പറയുക, ഹോസ്പിറ്റൽ ചെലവിൻ്റെ കാര്യം നോക്കണ്ട, എന്ത് വേണ്ടെന്ന കേബിൾ ടി വി വൈഫൈൻ്റെ പൈസ, ഇതൊന്നും അവർക്ക് അറിയണ്ട. നേരം വെളുക്കണ്, വൈകുന്നേരം അവണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ, ഓടിച്ചാടി കളിക്കുക, അടിപൊളി ലൈഫ്. നമുക്ക് നേരം വെളുക്കുമ്പോഴേക്കും പ്രാന്താവില്ല എൻ്റെ പൊന്നു പുഷ്കു. കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടാ? അയ്യോ, ഇതെങ്ങനെ അടയ്ക്കും? എനിക്ക് വയ്യ. എനിക്ക് ആഹാ, നിന്റെ ചിന്താഗതി കൊള്ളാലോടി സുലു. നീ പലചരക്ക് കടയിലെ കാശ് കൊടുക്കണ്ട, നീ കറണ്ട് ബില്ല് അടക്കണ്ട, നീ പെട്രോളിൻ്റെ കാര്യം നോക്കണ്ട, ഗ്യാസിൻ്റെ കാര്യം നോക്കണ്ട. ഒരു വഴിയുണ്ട്. അതെന്ത് വഴി പുഷ്കു? അതാണ് പെരുവഴി. ആ, നീ ഇപ്പൊ തന്നെ കാട് കയറിക്കോ, ഒട്ടും കഴിക്കണ്ട. അവിടെ ആകുമ്പോ ഈ വക ടെൻഷനൊന്നും ഇല്ലല്ലോ. ഭക്ഷണ കാര്യത്തിൽ നീ ഒട്ടും പേടിക്കണ്ട, പല വർഗത്തിലുള്ള പഴങ്ങൾ കാണും. പിന്നെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നീ ഒട്ടും പേടിക്കണ്ട, നാനാവിധത്തിലുള്ള ഇലകളല്ലേ, അത് കോർത്തിണക്കി നിന്റെ ഇഷ്ടമുള്ള ഫാഷനിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടക്കാം. കഴിഞ്ഞിട്ടില്ലടി, നീ ടെൻഷൻ അടിക്കണ്ട. ഇനിയുണ്ട് അവിടുത്തെ സുഖവിവരങ്ങള്. കുളിക്കാൻ അടിപൊളി ഷവർ, എന്താ വെള്ളച്ചാട്ടം. കുളി നിനക്കില്ലല്ല. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിന്റെ സൗഹൃദങ്ങൾ. ഇവിടെ നാട്ടിലൊക്കെ കാട്ടിയും അടിപൊളി ഫ്രണ്ട്ഷിപ്പ് അവിടെ കിട്ടും. കാട്ടുപോത്ത്, കരിങ്കുരങ്ങ്, ആന, പുലി എന്ന് വേണ്ട പന്നിക്കൂട്ടങ്ങൾ വരെ ഉണ്ടാവും. ഇങ്ങനെയുണ്ട്. കാലമോടെ കഴിഞ്ഞ വിശേഷം പറച്ചില് ഇല്ല, ഇനിയുണ്ട് വിശേഷങ്ങള്. എന്താ വേണോ പറയട്ടെ? അയ്യോ, ഇനി ഒന്നും വേണ്ടായേ, മതി കേട്ടോടത്തോളം. നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വന്ന് എന്നെ വേണം തട്ടിക്കൊല്ലാനായിട്ട്. അല്ല സുലു, ഞാൻ നിന്നെ വേണം കൊണ്ടാക്കി തരാം നാട്ടില്. ആ പോവാ. അയ്യടാ, എന്തൊരു ഇൻട്രസ്റ്റ് കാട്ടിക്കൊണ്ട് കളയാനായിട്ട്. എന്നെ കൊണ്ട് കാട്ടി കളയത് നിനക്ക് വേറെ പെണ്ണിട്ടിയുടെ സുഖമായിട്ട് ജീവിക്കാനല്ലേ? അയ്യോ, അങ്ങനെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കണ്ട കേട്ടാ. ഞാനൊരു കാട്ടിലേക്ക് പോകണ, ഒരു മേട്ടിലേക്ക് പോകണില്ല, എനിക്ക് ഇവിടെ തന്നെ മതി. അയ്യോ, ഊതി കൊള്ള നിങ്ങളുടെ. സുലു, അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചെങ്കിൽ ഇവിടത്തെ സുഖവും ദുഃഖങ്ങളും അനുഭവിച്ച് തന്നെ പോണം. ഓ ആയിക്കോട്ടെ. അല്ലാണ്ട് ഈ മൃഗങ്ങളെ മനുഷ്യനെ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഓരോ കാര്യം പറഞ്ഞിട്ട്
ടെൻഷൻ അടിച്ചിട്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ല. മനസ്സിലായോ എൻ്റെ വൈഫെ? അയ്യോ, മനസ്സിലായ എൻ്റെ ഉപദേശി. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അതെ, മക്കള് വരാറായിട്ടുണ്ട്. ഇപ്പൊ പോയി എഴുന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലേ ചായക്ക് എന്തെങ്കിലും ഞം അടിക്കാം. വായോ. ആടി വിശന്നിട്ട് പാടില്ല. വാ നമുക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ആണോ? വിശക്കണുണ്ടാ? വിശക്കണുണ്ടെങ്കിലേ കാട്ടിപ്പോയിട്ട് വല്ല പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ച് തിന്നോട്ടാ കേട്ടാ.